ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. നമുക്കുണ്ടാക്കി നോക്കാം. ചെമ്മീൻ റോസ്റ്റിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഞാൻ 1/2 കിലോ പ്രോൺസ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1/4 കിലോ കൊച്ചുള്ളി മീഡിയം സൈസിൽ അരിഞ്ഞുകൊണ്ട്, ഒരു 1/2 കപ്പ് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, ഒരു 10-15 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ ആവശ്യത്തിന്, 2 ചെറിയ കഷ്ണം നമ്മൾ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്, കറിവേപ്പില 2-3 ഇതെടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 3 ടീസ്പൂൺ പിരിമുളകിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്, 1 ഇഞ്ച് കഷ്ണം നമ്മൾ ഇഞ്ചിയുടെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. അത് 1 ഇഞ്ച് സൈസാണ് എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഈ പ്രോൺസ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടു. അത് വേവുന്നതിന് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ തേങ്ങാക്കൊത്ത് അരിഞ്ഞു വെച്ചത് അതും ഇട്ടു. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളി, പച്ചമുളക് കീറിയത്, ഇഞ്ചി അരിഞ്ഞത്, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി, ഇത് വേവുന്നതിനാവശ്യമായ വെള്ളവും കൂടി ഒഴിച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ സ്റ്റൗ കത്തിച്ച് അടുപ്പ് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് 10 മിനിറ്റ് നമുക്ക് വേവിക്കാൻ വെക്കാം. നമ്മുടെ പ്രോൺസ് വെന്തിട്ടുണ്ട്. നമുക്കിനി അത് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയിരുന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ വെള്ളം നമുക്ക് പിന്നീട് ഉപയോഗിക്കാവുന്നതാണ്. ഈ പുളി നമുക്ക് മാറ്റി വെക്കണം. നമ്മളിത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആ കുടംപുളി അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം നമ്മളൊരു പാത്രം അടുപ്പ് വെച്ചു, സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. പാത്രം ചൂടായി വന്നു. നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. വെളിച്ചെണ്ണയാണ് നല്ലത്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. നമുക്ക് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. വീണ്ടും ആദ്യം നമ്മളൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടതാണ്. പിന്നെ നമുക്ക് അവസാനം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കറിവേപ്പില ഇടാം. അടുത്തായിട്ട് നമുക്കൊരു ഉള്ളി ഒന്ന് പകുതി വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തിലേക്ക് നമ്മൾ വെളുത്തുള്ളി, കുരുമുളക്, പെരിഞ്ജീരകം ഇത് ചതച്ച് വെച്ചത് നമ്മളതിലേക്ക് ഇടുക. നമ്മൾ ആ 3 ഇൻഗ്രീഡിയൻസ് കൂടെ ഒന്ന് ചതച്ചിട്ടുണ്ട്. ആ ചതച്ചതാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കാം. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൊഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നമുക്കതിലേക്ക് നമ്മൾ ആ കൊഞ്ചിൻ്റെ ആ വെള്ളം ഒരു 2 സ്പൂൺ ഞാൻ അതിനകത്തിലേക്ക് ഒന്ന് ഒഴിക്കുകയാണ്. മസാലയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒരു അല്പം നേരം നമുക്കൊന്ന് അടച്ച് വെച്ച് കഴിക്കാം. വെള്ളമെല്ലാം പറ്റി നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മസാലയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. നല്ല അടിപൊളി റോസ്റ്റാണ്. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം.